Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരുപത്തൊന്നാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് സമാധാനപരമായി പൂർത്തിയായി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നേരിയ തോതിലുള്ള ചില സംഘർഷങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വോട്ടെടുപ്പ് സമാധാനപരം. സമീപകാലത്തൊന്നും കേരളം നേടിയിട്ടില്ലാത്ത ഉജ്ജ്വല വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. ഇ.പി. വിവാദം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയെന്നും എം.വി. ഗോവിന്ദൻ. തനിക്കെതിരെ കെ സുധാകരനും ബി.ജെ.പി. നേതാക്കളും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് കഴിഞ്ഞ ദിവസം നടന്നതെന്ന് ഇ.പി. ജയരാജൻ. തെളിവില്ലാതെ ആരോപണം ഉന്നയിച്ചവരെ നിയമപരമായി നേരിടുമെന്നും ഇ.പി. ജയരാജൻ. കാസർഗോഡ് മണ്ഡലം LDF തിരിച്ചുപിടിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി എം.വി. ബാലകൃഷ്ണൻ മാസ്റ്റർ. ചരിത്ര ഭൂരിപക്ഷം നേടുമെന്നും എം.വി. ബാലകൃഷ്ണൻ. കാസർഗോഡ് മണ്ഡലം UDF നിലനിർത്തുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. പുതിയങ്ങാടിയിൽ പോളിംഗ് സ്റ്റേഷന് അകത്തും പുറത്തും പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം. കരിവെള്ളൂർ പുത്തൂരിൽ കോൺഗ്രസ് നേതാവിന്റെ ബൈക്കിന് നേരെ അക്രമം. കാറമേലിൽ LDF UDF സംഘർഷം. വാർത്തകൾ വിശദമായി. 21-ാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് സമാധാനപരമായി പൂർത്തിയായി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നേരിയ തോതിലുള്ള ചില സംഘർഷങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വോട്ടെടുപ്പ് സമാധാനപരമായി പൂർത്തിയായി. രാവിലെ മുതൽ തന്നെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു കാണപ്പെട്ടത്. ചുട്ടുപൊള്ളുന്ന വെയിലിനെ കൂസാതെ ജനാധിപത്യത്തിന്റെ സുപ്രധാന ഘടകമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ടർമാർ പങ്കാളികളായി. 21-ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ രാവിലെ 7 മണിയോടെ തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിരുന്നു. പയ്യന്നൂരിൽ രാമന്തളി, മലയോര മേഖല എന്നിവിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാർ കാരണം അല്പനേരം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. ചെറിയ സമയത്തിനകം പ്രശ്നം പരിഹരിച്ചതോടെ വോട്ടെടുപ്പ് തുടർന്നു. കണ്ടങ്കാളി, വെള്ളൂർ ഉൾപ്പെടെ പല ബൂത്തുകളിലും നിശ്ചിത സമയം കഴിഞ്ഞും വോട്ടർമാരുടെ നീണ്ട നിര ഉണ്ടായിരുന്നു. ഇവർക്ക് ടോക്കൺ നൽകിയാണ് പിന്നീട് വോട്ടിംഗ് പൂർത്തിയാക്കിയത്. വോട്ട് ചെയ്ത ശേഷം മെഷീനിൽ നിന്നും ബീപ്പ് ശബ്ദം വരാൻ വൈകുന്നത് വോട്ടിങ്ങിൻ്റെ സമയത്തെ കാര്യമായി ബാധിക്കുകയായിരുന്നു. കാർമേലിലുണ്ടായ നേരിയ സംഘർഷം ഒഴിച്ചു നിർത്തിയാൽ പയ്യന്നൂർ മണ്ഡലം പരിധിയിൽ വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. കനത്ത ചൂട് വോട്ടെടുപ്പിനെ കാര്യമായി ബാധിച്ചില്ലെങ്കിലും ഉച്ചസമയത്ത് ബൂത്തിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവുണ്ടായി. പയ്യന്നൂർ മണ്ഡലത്തിൽ 181 ബൂത്തുകളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയവയിൽ കേന്ദ്രസേന ഉൾപ്പെടെ സുരക്ഷ ശക്തമാക്കിയിരുന്നു. സ്ഥാനാർത്ഥികളായ എം.വി. ബാലകൃഷ്ണൻ മാസ്റ്റർ, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവർ ബൂത്തുകളിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. വോട്ടെടുപ്പ് പൂർത്തിയായതോടെ 1 മാസത്തിലേറെ നീണ്ട കാത്തിരിപ്പ് വേണം മലയാളികൾക്ക് തിരഞ്ഞെടുപ്പ് ഫലം അറിയാൻ. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ നടക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കല്യാശ്ശേരി മണ്ഡലത്തിൽ മികച്ച പോളിംഗ്. വോട്ടെടുപ്പ് സമാധാനപരമാണ്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് 3 മുന്നണികളും. കല്യാശ്ശേരി മണ്ഡലത്തിൽ 170 ബൂത്തുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ഇടത് കോട്ടയാണ് കല്യാശ്ശേരി നിയമസഭാ മണ്ഡലം. എന്നാൽ മാട്ടൂൽ, മാടായി പഞ്ചായത്തുകൾ UDFന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ചെറുകുന്ന്, കണ്ണപുരം, ചെറുതാഴം, ഏഴോം, കടന്നപ്പള്ളി, പാണപ്പുഴ, കല്യാശ്ശേരി, പട്ടുവം, കുഞ്ഞിമംഗലം എന്നീ പഞ്ചായത്തുകളിൽ ഇടത് ആധിപത്യമുള്ള പഞ്ചായത്തുകളാണ്. 170 ബൂത്തുകളാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ ആകെയുള്ളത്. എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഒരുക്കിയിരുന്നു. ചിലയിടങ്ങളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തകരാറിലായി അരമണിക്കൂറോളം വോട്ടിംഗ് വൈകി.
മാട്ടൂലിൽ MUP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ MAP ഷൗക്കത്ത് എന്നയാളുടെ വോട്ട് താൻ രേഖപ്പെടുത്താത്ത ചിഹ്നത്തിലാണ് പതിഞ്ഞത് എന്ന പരാതിയുമായി രംഗത്തെത്തി. ഇയാൾക്ക് വീണ്ടും അവസരം നൽകിയപ്പോൾ വോട്ടിംഗിൽ മാറ്റമില്ലെന്നും കണ്ടെത്തി. ഇതേ തുടർന്ന് ഇയാൾക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. കടുത്ത ചൂടിനെ അവഗണിച്ചും വോട്ടർമാർ ബൂത്തിലെത്തി വോട്ട് ചെയ്തു. പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേനയെയും പോലീസിനെയും നിയോഗിച്ചു. 6 മണിയോടെ വോട്ടിംഗ് ഏറെക്കുറെ സമാധാനപരമായി അവസാനിച്ചു. കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത്. ഇടതുപക്ഷവും അതുപോലെ തന്നെ വലതുപക്ഷവും NDAയും തമ്മിലായിരുന്നു ഇവിടെ മത്സരം നടന്നത്. 170 ബൂത്തുകളിലായിട്ടാണ് വോട്ടിംഗ് നടന്നത്. വോട്ടിംഗ് പൊതുവെ സമാധാനപരമായ രീതിയിലാണ് വോട്ടിംഗ് നടന്നത്. എല്ലാ കേന്ദ്രങ്ങളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. 50 പ്രശ്നബാധിത ബൂത്തുകളും അതുപോലെ തന്നെ 13ഓളം അതീവ പ്രശ്നബാധിത ബൂത്തുകളും ഉണ്ടായിരുന്നു. എല്ലായിടത്തും സമാധാനപരമായി വോട്ടിംഗ് നടത്താൻ സാധിച്ചു എന്നത് ഏറെ ഈ അധികൃതരുടെ ഇടപെടലിലൂടെ സാധിച്ചിട്ടുണ്ട്. കല്യാശ്ശേരിയിലെ മാടായി ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടിംഗ് നടത്തിയതിന് ശേഷം തിരിച്ച് ഏൽപ്പിക്കുന്നത്. ഇവിടെ നിന്ന് പിന്നീട് പെരിയയിലേക്ക് മാറ്റും. മാടായിൽ നിന്നും ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മലയോര മേഖലയിൽ വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. അതിർത്തി പ്രദേശങ്ങളിൽ ചില ബൂത്തുകളിൽ വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയത്. വോട്ടിംഗ് മെഷീനിൽ ബീപ്പ് ശബ്ദം വരാൻ താമസം നേരിട്ടത് വോട്ടെടുപ്പിന്റെ സുതാര്യതയെ ബാധിച്ചു. വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് മലയോരത്ത് ചില ബൂത്തുകളിൽ ഒരുക്കിയിരുന്നത്. എന്നാൽ സമാധാനപരമായാണ് മലയോരത്ത് വോട്ടെടുപ്പ് സമാപിച്ചത്. ഉച്ചയോടെ തന്നെ മിക്ക ബൂത്തുകളിലും 50% വോട്ടിംഗ് രേഖപ്പെടുത്തിയിരുന്നു. വെസ്റ്റഡേരി പഞ്ചായത്തിലെ ചീർക്കയം അംഗൻവാടി, ഈസ്റ്റഡേരി പഞ്ചായത്തിലെ പാലാവയൽ, തോമാപുരം, ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, തിരുമേനി SNDP സ്കൂൾ, പെരിങ്ങോം വൈക്കര പഞ്ചായത്തിലെ ചില ബൂത്തുകൾ എന്നിവിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രം പണിമുടക്കി. ഇതേ തുടർന്ന് അല്പനേരം വോട്ടിംഗ് തടസ്സപ്പെട്ടു. പിന്നീട് പ്രശ്നം പരിഹരിച്ച് വോട്ടെടുപ്പ് തുടർന്നു. രാവിലെ തന്നെ മിക്കവാറും എല്ലാ ബൂത്തുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വോട്ടിങ്ങിനുള്ള കാലതാമസവും ചൂട് കൂടുന്നതിന് മുന്നേ വോട്ടിംഗ് ചെയ്യുന്നതിനായി ആളുകൾ എത്തിയതുമാണ് തിരക്കിന് കാരണമായത്. വോട്ടിംഗ് മെഷീനിൽ നിന്നും വോട്ട് ചെയ്തതിന് ശേഷം ബീപ്പ് ശബ്ദം വരാൻ ഏകദേശം 7 സെക്കൻഡ് സമയം എടുക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും മിക്കയിടങ്ങളിലും അത് കൂടുതൽ സമയമെടുക്കുന്നതായി വോട്ടർമാർ പറഞ്ഞു. പേര് വിളിച്ച് കൈക്ക് മഷി പുരട്ടി വോട്ട് ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും 5 മിനിറ്റെങ്കിലും എടുക്കുന്നു. ഇത് കാരണം വോട്ടെടുപ്പ് താമസം നേരിടുന്ന സാഹചര്യവും ഉണ്ടായി. മുൻപ് കർണാടക വനാതിർത്തിയോട് ചേർന്ന് മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടായിരുന്ന കോഴിച്ചാൽ, ജോസ്ഗിരി എന്നിവിടങ്ങളിലെ ബൂത്തുകളിൽ വൻ സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. കേരള പോലീസിനെ കൂടാതെ കർണാടക റിസർവ് പോലീസിൻ്റെ 10ഓളം പേരെയും ഇവിടെ വിന്യസിച്ചിരുന്നു. എല്ലാ ബൂത്തുകളിലും ക്യാമറകൾ സ്ഥാപിച്ചുള്ളതുകൊണ്ടും വോട്ടെടുപ്പ് സമാധാനപരമായി എന്ന് മാത്രമല്ല, ഒരിടത്തും കള്ളവോട്ടോ മറ്റ് പ്രശ്നങ്ങളോ റിപ്പോർട്ട് ചെയ്തതുമില്ല. മനോജ് ചെറുപുഴ, നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. സമീപകാലത്തൊന്നും കേരളം നേടിയിട്ടില്ലാത്ത ഉജ്ജ്വല വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. EP വിവാദം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മൊറാഴ CH കമ്മാരൻ മാസ്റ്റർ സ്മാരക UP സ്കൂളിലെ 108-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഒരു സീറ്റ് പോലും BJPക്ക് ലഭിക്കില്ല. ഇന്ത്യയിൽ ഭൂരിപക്ഷവും ലഭിക്കില്ല. ചരിത്ര ഭൂരിപക്ഷത്തിൽ ഇത്തവണ ഇടതുപക്ഷം വിജയിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ കൂടി വിലയിരുത്തലാവണം, ഉണ്ടെങ്കിൽ വിലയിരുത്തിക്കോ. കേരളത്തിൽ ഒരു സീറ്റിലും BJP ജയിക്കാൻ പോകുന്നില്ല. മാത്രമല്ല ഇന്ത്യയിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നില്ല. പോരെ, രണ്ടും കൂടി ആയാൽ ശരിയായില്ലേ? കേരളത്തിൽ ഒരു സീറ്റും കിട്ടൂല, ഇന്ത്യയിൽ ഭൂരിപക്ഷം കിട്ടൂല. മൊറാഴ CH കമ്മാരൻ മാസ്റ്റർ സ്മാരക UP സ്കൂളിലെ 108-ാം നമ്പർ ബൂത്തിൽ MV ഗോവിന്ദൻ വോട്ട് രേഖപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തനിക്കെതിരെ K സുധാകരനും BJP നേതാക്കളും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് കഴിഞ്ഞ ദിവസം നടന്നത് എന്ന് EP ജയരാജൻ. ഇതിനെ നിയമപരമായി നേരിടുമെന്ന് EP ജയരാജൻ. K സുധാകരനും ശോഭാ സുരേന്ദ്രനും ചില പത്രക്കാരും ചേർന്ന് നേരത്തെ തന്നെ പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്നും ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ആയിരുന്നു ഇതെന്നും EP ജയരാജൻ പറഞ്ഞു. K സുധാകരനും അതുപോലെ BJPയുടെ ആലപ്പുഴ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും 3-4 പത്രപ്രവർത്തകരും കൂടി നേരത്തെ തന്നെ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഞാൻ ഇന്ന് വരെ ശോഭാ സുരേന്ദ്രനുമായിട്ട് ഒരിക്കൽ പോലും നേരിട്ട് സംസാരിച്ചിട്ടില്ല, അടുത്തു നിന്ന് കണ്ടിട്ടില്ല. ആകെ അവരെ ഞാൻ കണ്ടത്
ഉമ്മൻചാണ്ടി മരിച്ച അവസരത്തിൽ കോട്ടയത്ത് ശവസംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ബോഡി വന്ന അവസരത്തിൽ അവിടെ ഞാനും അതുപോലെ രാഷ്ട്രീയ നേതാക്കൾ ഒരുപാട് പേരുണ്ട്. ആ ഇരുന്നൊരു പ്ലാറ്റ്ഫോമിൽ എൻ്റെയും എത്രയോ അകലെ ഇരുന്നിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ആ സ്ത്രീയെ കാണുന്നത്. എന്തടിസ്ഥാനത്തിലാണ് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നത്? താൻ ശോഭാ സുരേന്ദ്രനെ അടുത്തുനിന്നും ഇതുവരെ കണ്ടിട്ടില്ലെന്നും സംസാരിച്ചിട്ടില്ലെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി. അരോളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 51 നമ്പർ ബൂത്തിൽ കുടുംബത്തോടൊപ്പം എത്തിയാണ് ഇ പി ജയരാജൻ വോട്ട് രേഖപ്പെടുത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകളാണ് കഴിഞ്ഞ 5 വർഷവും UDF MP-മാർ സ്വീകരിച്ചത്. രാജ്യത്തിന്റെ മതേതരത്വവും ഭരണഘടന തന്നെയും അപകടം നേരിടുന്ന കാലത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയം അനിവാര്യമാണ്. കാസർഗോഡ് LDF തിരിച്ചുപിടിക്കും, കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയം അനിവാര്യമാണ്. കാസർഗോഡ് LDF തിരിച്ചുപിടിക്കുമെന്നും കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. പാർലമെന്റിൽ പോകുമ്പോൾ ജനങ്ങളുടെ ഉത്തരവാദിത്തമുണ്ട്, പ്ലസ് കേരളത്തിൽ ഉത്തരവാദിത്വം. സ്വന്തം നിയോജകമണ്ഡലത്തിന് പുറമെ പൊതുവായി കേരളത്തിൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥ കാണിച്ചു എന്നുള്ളതാണ് കേരളത്തിലെ ജനമനസ്സുകളിൽ നിന്നും കാണാൻ കഴിയുന്ന പ്രകടമായ ഭാവം എന്നാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ശുഭപ്രതീക്ഷയിലാണ്. തീർച്ചയായും ജനങ്ങൾ കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പ്രതികരിച്ചാൽ അത് ഒരു ചരിത്ര സംഭവമായി മാറും കേരളത്തിൽ എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കല്യാശ്ശേരി അസംബ്ലി മണ്ഡലത്തിലെ കടന്നപ്പള്ളി ചെറുവിച്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ 47 നമ്പർ ബൂത്തിലാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ വോട്ട് രേഖപ്പെടുത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കാസർഗോഡ് പാർലമെന്റ് LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ മുഴക്കോം ഗവൺമെന്റ് UP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ചരിത്ര ഭൂരിപക്ഷത്തിൽ കാസർഗോഡ് LDF വിജയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. രാവിലെ 7:30യോടെയാണ് LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ വോട്ട് രേഖപ്പെടുത്തിയത്. കുടുംബാംഗങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും ഒപ്പം എത്തിയാണ് സ്ഥാനാർത്ഥി വോട്ട് രേഖപ്പെടുത്തിയത്. മുഴക്കോം ഗവൺമെന്റ് UP സ്കൂളിലെ 35 നമ്പർ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. കാസർഗോഡ് മണ്ഡലം LDF തിരിച്ചുപിടിക്കുമെന്നും ചരിത്ര ഭൂരിപക്ഷം നേടിയാകും വിജയിക്കുക എന്നും MV ബാലകൃഷ്ണൻ മാസ്റ്റർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞതുപോലെ ഈ ഇലക്ഷൻ പ്രചരണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളോടെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധി എഴുതും. അത് ജനങ്ങളുടെ ഒരു തീർപ്പാണ്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ഒരു അന്യതാബോധം, ഒരു MP ഇല്ലാത്ത, തങ്ങളുടേതായ ഒരു MP ഇല്ലാത്ത ഒരു നഷ്ടബോധം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം വോട്ടർമാരിൽ രൂഢമൂലമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചത് മുതൽ അതിൻ്റെ ക്ലൈമാക്സ് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് അനുഭവിക്കുന്നുണ്ട്. ഒരു സംശയവും വേണ്ട. ഇന്ന് രാവിലെ തന്നെ മുഴുവൻ ആളുകളും പോളിംഗ് ബൂത്തിൽ പോയി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നത് നിശ്ചിതം. കാരണം ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി. നമ്മൾ വ്യക്തികൾ അതിലൂടെ സ്ഥാനമില്ലാത്ത എന്ന് ഞങ്ങൾക്ക് വിചാരിക്കുന്നതാണ്. വ്യക്തികളെ അധികാരത്തിലേക്ക് എത്തിക്കുന്നത്, ആരായിരിക്കണം താങ്കൾ തിരഞ്ഞെടുക്കുന്നത് എന്നത് ഒരു ജനാധിപത്യ മഹോത്സവത്തിൽ ജനങ്ങളാണ് അന്തിമ വിജയികൾ. ഭൂരിപക്ഷം ഞാൻ ഈ പലരും പറയുന്നത് പോലെ വെറുതെ അധരവ്യായാമം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നില്ല. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്ര വിജയം ഇത്തവണ നിങ്ങളെല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ചരിത്ര വിജയം ഇത്തവണ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വിജയം സുനിശ്ചിതം. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. പയ്യന്നൂരിലെ ബൂത്തുകളിൽ സന്ദർശനം നടത്തിയ ശേഷം നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉണ്ണിത്താൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. സർ, നമ്മൾ ഈ പ്രചരണത്തിൻ്റെ എല്ലാ ഘട്ടവും കണ്ടു, കൊട്ടിക്കലാശം കണ്ടു. ഇന്നിപ്പോൾ എല്ലാ വോട്ടർമാരും എത്തിയിട്ടുണ്ട് ബൂത്തിലേക്ക്. എത്രത്തോളമാണ് നമ്മുടെ പ്രതീക്ഷ? പ്രതീക്ഷ നിങ്ങൾ കണ്ടില്ലേ പോളിങ്ങിൻ്റെ?
ജനങ്ങൾ ഒരു തിരമാലകൾ പോലെ ആർത്തിരമ്പി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അഭൂതപൂർവമായ ഒരു ജനക്കൂട്ടം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തും ഉണ്ടായിട്ടില്ല. അപ്പോൾ ജനങ്ങളൊന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ചത് UDF അനുകൂലമാണ്. 5 വർഷമായി എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൽ ആരംഭിച്ചിട്ട്. കാര്യം ഞാൻ പങ്കെടുക്കാത്ത ഒറ്റ ഉറൂസുകളില്ല, തെയ്യങ്ങളില്ല, വയനാട്ട് കുലവനില്ല, മുച്ചിലോട്ട് ഭഗവതിയില്ല, സ്കൂളിൻ്റെ വാർഷികം മുഴുവൻ, സർക്കാർ പരിപാടി മുഴുവൻ. അപ്പോൾ എനിക്ക് ഈ മണ്ഡലം വിട്ട് ഒരിടത്തും പോകാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. അവസാനമായ ഒരു ചോദ്യം കൂടി, ഉണ്ണിച്ചാന്ന് വിളിച്ചു, അത് സ്നേഹത്തോടെ കാസർഗോഡുകാർ വിളിച്ചൊരു വിളിയാണ്. അപ്പോൾ ഈ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ സമയത്ത് കേന്ദ്രത്തിൽ പോലും കോൺഗ്രസ് ഒരു കൃത്യമായ സ്റ്റാൻഡ് എടുത്തില്ല, പ്രകടന പത്രികയിൽ പോലും 2 വരി എഴുതിയില്ല എന്നൊക്കെ ഉള്ളതിനോട് നിങ്ങൾ ഭേദഗതി നിയമം CAA അതുപോലെ മറ്റേ ഇതുണ്ടല്ലോ ഏകീകൃതമായ സിവിൽ കോഡ്, ഇതൊക്കെ മണിപ്പൂർ, കാശ്മീർ 370-35A, അതുപോലെ മുത്തലാഖ്, അതുപോലെ UAPA, ഇതിനകത്തൊക്കെ കോൺഗ്രസ് പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ച് പാർലമെൻറ്റ് നിങ്ങൾ റൈറ്റ് ടു നോ വിവരാവകാശ നിയമപ്രകാരം എടുത്തു നോക്കിയാൽ ഞങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചെയ്തതെന്നറിയാം. പിണറായി വിജയനാണല്ലോ നിയമസഭയിൽ ഏകീകൃത സിവിൽ കോഡിനെതിരെ പ്രമേയം കൊണ്ടുവന്നില്ലേ, ഞങ്ങൾ ഏകകണ്ഠമായി പാസ്സാക്കി കൊടുത്തില്ലേ, പിന്നെ ഞങ്ങളെങ്ങനെ അവർ കുറ്റപ്പെടുത്തുന്നത്? ഞങ്ങൾ പാസ്സാക്കി കൊടുത്തു. ഇനിയൊരു കാര്യം പറയാം, 3673 പേർക്കെതിരെ റോഡിൽ സമരം ചെയ്തതിന് കേസെടുത്തിട്ടുണ്ട് പിണറായി വിജയൻ. എന്തിനാ? അറസ്റ്റ് ചെയ്ത് കേസെടുത്തു. പാവത്തങ്ങൾ ഇപ്പോഴും കോടതിയുടെ തിണ്ണ കറങ്ങുക. ഈ പൗരത്വ ഭേദഗതിയോട് എന്തെങ്കിലും ആത്മാർത്ഥം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആ കേസ് ആദ്യം പിൻവലിച്ചിട്ട് വർത്തമാനം പറയണം. ആ കേസ് അത് കേരളത്തിലെ അടുത്ത്, ഉത്തർപ്രദേശില്ല, കേരളത്തിലെ മുഖ്യമന്ത്രി ഇരകളോടൊപ്പമാണെന്ന് പറയുകയും വേട്ടക്കാർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നതിൻ്റെ ഉദാഹരണമാണ് ഈ കേസെടുത്തിട്ട് ഇതുവരെ പിൻവലിച്ചില്ല. അപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥിയുള്ളത്. അപ്പോൾ എല്ലാ വിജയവും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. പുതിയങ്ങാടിയിൽ പോളിംഗ് സ്റ്റേഷന് അകത്തും പുറത്തും പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം. പുതിയങ്ങാടി സ്കൂളിന് സമീപം UDF സ്ഥാപിച്ച സ്ലിപ്പ് കൗണ്ടറിന് സമീപം ആളുകൾ കൂടിയതിനെ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റത്തിന് കാരണമായി. പോളിംഗ് സ്റ്റേഷന് സമീപത്ത് അനാവശ്യമായി ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും പോലീസ് പുറത്തിറക്കി. പോളിംഗ് സ്റ്റേഷന് അകത്തേക്ക് വാഹനത്തിൽ ആളുകൾ എത്തുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി. ശാരീരികമായി അവശത അനുഭവിക്കുന്നവരെ മാത്രമാണ് വാഹനത്തിൽ എത്താൻ അനുവദിച്ചത്. പുതിയങ്ങാടി സ്കൂളിന് സമീപത്തെ UDFന്റെ സ്ലിപ്പ് വിതരണ കൗണ്ടറിന് സമീപം ആളുകൾ കൂടിയത് പോലീസുമായി വാക്കേറ്റത്തിന് കാരണമായി. രാഷ്ട്രീയ പ്രതിനിധികളായ നമ്മളൊക്കെ അത് കൈകാര്യം ചെയ്യുമ്പോൾ ഇതിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ നിൽക്കുന്നത്, അത് ഇല്ലായ്മയാണ് നമ്മൾ നിൽക്കുന്നത്. അത് തീർച്ചയായും നമ്മൾ അത് നമ്മുടെ ഉത്തരവാദിത്തം. നമ്മളെ ഒരു പൊതുപ്രവർത്തന നിലയിൽ നമ്മളെ പറഞ്ഞത് യാതൊരു ബന്ധമില്ല. ഇവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ ചർച്ചയിൽ ആവശ്യമില്ല. പറയുന്നത് കൃത്യമായിട്ട് പോലീസിന്റെ നിർദ്ദേശം ക്ലിയർ ആയിരുന്നു. അതിന് വേറെ സംശയങ്ങളൊന്നുമില്ല. നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കും ചൂണ്ടിക്കാണിക്കാം. പബ്ലിക്കാണല്ലോ, വീഡിയോഗ്രാഫിന്റെ പത്രക്കാരുണ്ട്. പോലീസിന്റെ നിർദ്ദേശത്തിൽ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണ്ടേ? നിഷ്പക്ഷമായിട്ട് ഇലക്ഷൻ നടത്തണ്ടേ? ഇതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? രാഷ്ട്രീയ പാർട്ടികളുടെ നിലയ്ക്ക് ഇതിൽ എതിർപ്പുണ്ടോ? ആളുകളെ കൂടി നിൽക്കുന്നതിനെയും ആളുകൾ ഇവിടെ കൂടി നിൽക്കാൻ പറ്റിയ ആൾക്കാർ പോയാ എല്ലാവരും പോയാ. പോലീസ് ഇടപെട്ട് ആളുകളെ ഇവിടെ നിന്നും പിരിച്ചുവിട്ടു. കല്യാശ്ശേരി മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവെള്ളൂർ പുത്തൂരിൽ കോൺഗ്രസ് നേതാവിന്റെ ബൈക്കിന് നേരെ അക്രമം. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് P. ശശിധരന്റെ ബുള്ളറ്റിന്റെ സീറ്റ് അക്രമികൾ കുത്തിക്കീറി നശിപ്പിച്ചു. വോട്ടെടുപ്പ് ദിവസം രാവിലെയോടെയാണ് സംഭവം. കരിവെള്ളൂർ മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനും പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ P. ശശിധരന്റെ ബുള്ളറ്റാണ് അക്രമികൾ തകർക്കാൻ ശ്രമിച്ചത്. വോട്ടെടുപ്പ് ദിവസം രാവിലെയോടെയാണ് സംഭവം. പുത്തൂർ LP സ്കൂളിലെ 11-ാം നമ്പർ ബൂത്ത് ഏജന്റായി ശശിധരൻ ഇരിക്കുന്നതിനിടയിലാണ് പുറത്തു നിർത്തിയിട്ട വാഹനം ആക്രമിച്ചത്. ബുള്ളറ്റിന്റെ സീറ്റ് കുത്തിക്കീറി നശിപ്പിച്ച നിലയിലാണ്. സംഭവത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. പയ്യന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തിരഞ്ഞെടുപ്പിനിടെ കാറമേലിൽ LDF UDF സംഘർഷം. സംഭവത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഉച്ചയോടെയാണ് സംഭവം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ കാരമേൽ AUP സ്കൂളിലാണ് സംഘർഷമുണ്ടായത്. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിൽ പരിക്കേറ്റ LDF പ്രവർത്തകരായ KV ലാലു, TV നിതുൽ എന്നിവരെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഘർഷത്തിൽ ഒരു UDF പ്രവർത്തകനും മർദ്ദനമേറ്റു. ബൂത്ത് ഏജന്റ് VV രഞ്ജിത്തിനാണ് പരിക്കേറ്റത്. ഇയാളെ പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കള്ളവോട്ട് ചോദ്യം ചെയ്തതാണ് തന്നെ മർദ്ദിക്കാൻ കാരണമെന്ന് രഞ്ജിത്ത് പറഞ്ഞു. എന്നാൽ തിരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കെ LDF ബൂത്ത് ഏജന്റിനെ ഒരു സംഘം UDF പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നുവെന്നും ഇത് ചോദ്യം ചെയ്ത തങ്ങളെ UDF പ്രവർത്തകർ ആക്രമിച്ചതായും LDF പ്രവർത്തകർ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 5 വർഷമായി കാസർഗോഡിന്റെ MP സമ്പൂർണ്ണ പരാജയമായിരുന്നുവെന്ന് CPM കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ്. വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്താൻ രാജ്മോഹൻ ഉണ്ണിത്താൻ തയ്യാറായില്ല. ഇത്തവണ LDFന് വിജയം സുനിശ്ചിതമെന്നും വിളയാങ്കോട് വിറാസ് കോളേജിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം TV രാജേഷ് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം കാസർഗോഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് യാതൊരു സംഭാവനയും നൽകാൻ രാജ്മോഹൻ ഉണ്ണിത്താന് സാധിച്ചിട്ടില്ല. സമ്പൂർണ്ണ പരാജയമായിരുന്നു കാസർഗോഡിന്റെ MP എന്നും TV രാജേഷ് പറഞ്ഞു. കഴിഞ്ഞ തവണത്തെ തെറ്റുതിരുത്താനാണ് ഇക്കുറി കാസർഗോഡ് വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തുന്നത്. CPM കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറിയും കല്യാശ്ശേരി മുൻ MLAയുമായ TV രാജേഷ് പറഞ്ഞു. വിളയാങ്കോട് വിറാസ് കോളേജിലെ 27-ാം നമ്പർ ബൂത്തിലാണ് TV രാജേഷ് വോട്ട് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 5 വർഷം നമ്മുടെ മണ്ഡലത്തിൽ MP എന്ന നിലയിൽ അദ്ദേഹം മുൻകൈയെടുത്ത് ഒരു പ്രൊജക്റ്റും കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. CRF റോഡിൽ അദ്ദേഹത്തിന് ഒരു പ്രൊജക്റ്റും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗേലോ ഇന്ത്യ സ്കീമിൽ ഇവിടെ ഒരു പദ്ധതിയും 5 വർഷം വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ കണ്ണപുരം മുതൽ ഉപ്പള വരെ സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടു കൂടി 6 മേൽപ്പാലങ്ങൾ അന്ന് അനുവദിച്ചിരുന്നു 2018. എന്നാൽ അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ അനുമതി നേടിയെടുക്കാനോ അതിൻ്റെ പ്രവർത്തനം തുടങ്ങാനോ MP എന്ന നിലയിൽ അദ്ദേഹം ഇടപെട്ടിട്ടില്ല. അപ്പം അദ്ദേഹം MP ഇല്ലായ്മയുടെ പ്രശ്നം ഏറ്റവും നന്നായി അനുഭവിച്ചൊരു മണ്ഡലമാണ് കാസർഗോഡ്. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ഇത്തവണ LDFന് അനുകൂലമായി മാറും. ഇത് LDFൻ്റെ മണ്ഡലമാണ്. കൈവിട്ടുപോയ ഈ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള വീറും വാശിയിലുമായിരുന്നു ഞങ്ങളുടെ പ്രവർത്തകന്മാർ. ഇത്തവണ കാസർഗോഡ് വൻ ഭൂരിപക്ഷത്തിൽ LDF വിജയിക്കും. ബാലകൃഷ്ണ മാസ്റ്റർ MP ആവും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ കല്യാശ്ശേരി നിയോജക മണ്ഡലം പരിധിയിലെ പ്രധാന നേതാക്കൾ രാവിലെയോടെ വോട്ട് രേഖപ്പെടുത്തി. MLAമാരായ M വിജിൻ, TI മധുസൂദനൻ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി എന്നിവർ കുടുംബാംഗങ്ങൾ, പ്രവർത്തകർ എന്നിവർക്കൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പയ്യന്നൂർ MLA TI മധുസൂദനൻ രാവിലെ 7:30 വോട്ട് രേഖപ്പെടുത്തി. പ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും ഒപ്പം എത്തിയാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. പയ്യന്നൂർ തപാൽ സ്കൂളിലെ 99-ാം നമ്പർ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. കാസർഗോഡ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പാണെന്ന് TI മധുസൂദനൻ MLA പറഞ്ഞു. അത് വെളിവാക്കുന്നതായിരുന്നു പ്രചരണകാലത്തെ അനുഭവമെന്നും അദ്ദേഹം നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. പൊതുവിൽ സമാധാനപരമായിട്ടുള്ള പോളിംഗാണ് എല്ലാ ബൂത്തുകളിലും നടന്നു വരുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. ഈ തെരഞ്ഞെടുപ്പ് കാസർഗോഡിൻ്റെ പാരമ്പര്യം തിരിച്ചുപിടിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ആ നിലയിലുള്ള ജനങ്ങളുടെ തീരുമാനം വ്യക്തമാവുന്നതാണ് ഈ പ്രചരണകാലം, തെരഞ്ഞെടുപ്പിൻ്റെ പൊതു അന്തരീക്ഷം. നല്ല നിലയിൽ ബാലകൃഷ്ണ മാസ്റ്റർ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലെ അംഗമായി ലോകസഭയിലെത്തും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷം. മുൻമന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ PK ശ്രീമതി ടീച്ചർ ചെറുതാഴം ഗവൺമെൻറ് സൗത്ത് LP സ്കൂളിലെ 33-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഭർത്താവ് E ദാമോദരൻ, PK സുധീർ, പാർട്ടി പ്രവർത്തകർ എന്നിവരും ശ്രീമതി ടീച്ചർക്കൊപ്പം ഉണ്ടായിരുന്നു. ഇടതു നേതാക്കളെ മനഃപൂർവ്വം അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി നടക്കുന്നുണ്ടെന്ന് PK ശ്രീമതി ടീച്ചർ പറഞ്ഞു. ഇടതു നേതാക്കളെക്കുറിച്ച് നല്ല ബോധമുള്ളവരാണ് ജനങ്ങളെന്നും തിരഞ്ഞെടുപ്പിൽ ഇടതു പാർട്ടികൾക്ക് ഉജ്ജ്വല വിജയം ലഭിക്കുമെന്നും അവർ പറഞ്ഞു. 24/7 എന്ന് പറഞ്ഞ മാതിരി രാവും പകലുമില്ലാതെ പ്രവൃത്തിയെടുക്കുന്നവരാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്ക്, വോട്ടർമാർക്കറിയാം. എന്തെല്ലാം തെറ്റിദ്ധാരണകൾ പരത്തി പുകമറ സൃഷ്ടിച്ചാലും അതൊന്നും ഏശാൻ പോകുന്നില്ല. കേരളത്തിൽ നല്ലൊരു വിജയം, മഹാഭൂരിപക്ഷം വരുന്ന സീറ്റിലും ഇടതുപക്ഷത്തിൻ്റെ വിജയം ഉണ്ടാവും, സുനിശ്ചിതമാണ്.
കഴിഞ്ഞ തവണ പറ്റിയ അബദ്ധം തിരുത്താനുള്ള ദൃഢനിശ്ചയത്തിലാണ് കാസർഗോഡ് വോട്ടർമാരെന്ന് എം വിജിൻ MLA പറഞ്ഞു. എടനാട് വെസ്റ്റ് LP സ്കൂളിലെ 3-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതു പാരമ്പര്യം നിലനിർത്താനും കഴിഞ്ഞ തവണ പറ്റിയ അബദ്ധം തിരുത്താനുമുള്ള ദൃഢനിശ്ചയത്തിലാണ് കാസർഗോഡ് വോട്ടർമാർ. സംസ്ഥാന താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടെടുത്ത UDF-നെ ജനം തൂത്തെറിയുമെന്നും എം വിജിൻ MLA പറഞ്ഞു. എടനാട് വെസ്റ്റ് LP സ്കൂളിലെ 3-ാം നമ്പർ ബൂത്തിൽ 1.5 മണിക്കൂറിലേറെ നേരം ക്യൂവിൽ നിന്നാണ് വിജിൻ വോട്ട് രേഖപ്പെടുത്തിയത്. ഇടതുപക്ഷം കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലും കേരളത്തിലും വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഗൗരവമായ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരികയും കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ MV ബാലകൃഷ്ണൻ മാസ്റ്ററിലൂടെ ഇടതുപക്ഷത്തെ വീണ്ടും ഈ മണ്ഡലത്തിൽ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ഇന്ന് പോളിംഗ് ദിവസവും ആ ആവേശം തന്നെയാണ് നമുക്ക് ജനങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. ജൂൺ 4-ാം തീയതി കാസർഗോഡ് മണ്ഡലത്തിൽ ബാലകൃഷ്ണൻ മാസ്റ്റർ തീർച്ചയായും വിജയിച്ചുകൊണ്ടുള്ള റിസൾട്ട് ഏറെ ആഹ്ലാദപൂർവ്വം നമുക്ക് കൊണ്ടാടാൻ പറ്റും എന്ന് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി, പിലാത്തറ. 69-ാം വയസ്സിൽ കന്നിവോട്ട് ചെയ്തതിന്റെ ആഹ്ലാദത്തിലാണ് പുതിയങ്ങാടി ചൂട്ടാട് സ്വദേശി റിട്ടയർഡ് CISF ഉദ്യോഗസ്ഥൻ പൈതലേൻ കൃഷ്ണൻ. പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 30 വർഷത്തോളം കേന്ദ്രസേനയിൽ ജോലി ചെയ്തതിനു ശേഷമാണ് പുതിയങ്ങാടിയിലെ പൈതലൻ കൃഷ്ണൻ പുതിയങ്ങാടി ചൂട്ടാട്ടിലെ വീട്ടിൽ താമസമാക്കിയത്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിൽ മിക്കവാറും ഇതര സംസ്ഥാനങ്ങളിലാണ് ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിലെത്തുവാനോ വോട്ട് ചെയ്യാനോ സാധിച്ചിരുന്നില്ല. ബംഗാൾ, കേരളം, ഉത്തർപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇദ്ദേഹം ജോലി ചെയ്തു. നാട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് വോട്ട് ചെയ്യാൻ അവസരം ലഭിച്ചത്. ഇന്ന് പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലെത്തി വോട്ട് ചെയ്തപ്പോൾ ഏറെ സന്തോഷത്തിലാണ് അദ്ദേഹം. ആദ്യമായിട്ട് ഒരു ചാൻസ് കിട്ടിയതാണ് ഒരു വോട്ടിന്. അതുകൊണ്ട് ഒരു കന്നി വോട്ട് എന്ന് പറയാം. അതിൽ വളരെയധികം സന്തോഷം. എന്തായാലും തൻ്റെ കന്നി വോട്ട് 69-ാം വയസ്സിൽ രേഖപ്പെടുത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷത്തിലാണ് പൈതലൻ കൃഷ്ണൻ. ചൂട്ടാട് സ്വദേശിയായ അദ്ദേഹം പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. പുതിയങ്ങാടിയിൽ നിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. 95-ാം വയസ്സിലും കരിവള്ളൂരിലെ MK കുഞ്ഞിരാമൻ നമ്പ്യാർ വോട്ട് ചെയ്യാനെത്തി. കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണയും കുഞ്ഞിരാമൻ നമ്പ്യാർ തന്റെ വോട്ട് രേഖപ്പെടുത്തിയത്. ആ വോട്ട് നിശ്ചയദാർഢ്യത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും അടയാളം കൂടി ആവുകയായിരുന്നു. 85 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇത്തവണ വീട്ടിൽ വോട്ട് തന്നെയായിരുന്നു. എന്നാൽ തനിക്ക് പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് ചെയ്യണം എന്നത് കുഞ്ഞിരാമൻ നമ്പ്യാരുടെ നിർബന്ധമായിരുന്നു. അത് തൻ്റെ അവകാശമാണെന്നാണ് കുഞ്ഞിരാമൻ നമ്പ്യാർ പറയുന്നത്. ഒഫീഷ്യൽ ഗൈഡ് അന്ന് ഞാൻ വോട്ടറല്ല, 52-ലാണ്. ഇന്നിപ്പോൾ 2024 എൻ്റെ വയസ്സ് 95. ചാവുന്നില്ല, എന്താ ചാവണമെന്ന് ആഗ്രഹമുള്ളൂ. മകൻ ജയസൂര്യയുമൊത്താണ് കുഞ്ഞിരാമൻ നമ്പ്യാർ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കല്യാശ്ശേരി മണ്ഡലത്തിലെ മാതൃകാ ബൂത്താണ് എടനാട് വെസ്റ്റ് LP സ്കൂളിലേത്. ശിശു സൗഹാർദ്ദപരമായ സജ്ജീകരണങ്ങളടക്കമാണ് ബൂത്തിൽ ഒരുക്കിയത്. വയോധികർക്കുള്ള ഈ സൗകര്യങ്ങൾ ഏറെ പ്രയോജനപ്പെട്ടു. എടനാട് വെസ്റ്റ് LP സ്കൂളിലെ 3-ാം നമ്പർ ബൂത്ത് കല്യാശ്ശേരി മണ്ഡലത്തിലെ മാതൃകാ ബൂത്താണ്. മുലയൂട്ടുന്ന അമ്മമാർക്കും വയോധികർക്കും ശിശുക്കൾക്കുമെല്ലാമുള്ള സൗകര്യങ്ങളെല്ലാം ബൂത്തിൽ ഒരുക്കിയിരുന്നു. കുഞ്ഞുങ്ങളെ തൊട്ടിലിൽ കിടത്തി വോട്ട് ചെയ്യാനും അമ്മമാർക്ക് കഴിഞ്ഞു. പ്രകൃതി സൗഹൃദമായിരുന്നു സജ്ജീകരണങ്ങൾ. രക്തസമ്മർദ്ദം ഉൾപ്പെടെ പരിശോധിക്കാനുള്ള സൗകര്യങ്ങളും ബൂത്തിൽ ഒരുക്കിയിരുന്നു. ഹരിത പ്രോട്ടോക്കോൾ അനുസരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഹരിതകർമ്മസേന സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, അതുപോലെ ആശാ വർക്കർമാർ, MLSP യൂണിറ്റ്, ഇവരെല്ലാം തന്നെ ഈ മാതൃകാ ബൂത്തിൻ്റെ വിജയത്തിനായി ഇന്നലെ രാവിലെ മുതൽ പരിശ്രമിച്ച് വരികയാണ്. എം വിജിൻ MLA വോട്ടറായ ബൂത്ത് കൂടിയാണ് ഇത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചീമേനി IT പാർക്കിനായി എടുത്ത സ്ഥലത്ത് വൻ തീപിടുത്തം. 100 ഏക്കർ സ്ഥലമാണ് മതിൽക്കെട്ടിനകത്തുള്ളത്. ചീമേനി കാങ്കോൽ റോഡരികിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പെരിങ്ങോം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകളോളം പരിശ്രമിച്ചാണ് തീയണച്ചത്. ചീമേനി IT പാർക്കിനായി കണ്ടെത്തിയ സ്ഥലത്താണ് വൻതോതിൽ തീപിടുത്തമുണ്ടായത്. വൈകുന്നേരത്തോടെയാണ് പ്രദേശത്ത് തീപിടിച്ചത്.
മതിൽക്കെട്ടിനകത്ത് ഏകദേശം 100 ഏക്കർ സ്ഥലമാണ് ഉള്ളത്. കാങ്കോൽ ചീമേനി റോഡരികിലാണ് ഈ സ്ഥലം. പെരിങ്ങോത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി നാട്ടുകാരുടെ സഹായത്തോടെ മണിക്കൂറുകളോളം പരിശ്രമിച്ചതിന് ശേഷമാണ് തീയണക്കാൻ സാധിച്ചത്. കാട് പിടിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രദേശത്തിൻ്റെ കൂടുതൽ ഉള്ളിലേക്ക് എത്തിച്ചേരുക ബുദ്ധിമുട്ടാണ്. പെരിങ്ങോം ഫയർ സ്റ്റേഷൻ ഓഫീസർ PV അശോകന്റെ നേതൃത്വത്തിലാണ് ഫയർഫോഴ്സ് സംഘം തീക്കെടുത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കാസർഗോഡ് മണ്ഡലത്തിൽ ഇത്തവണ LDF ചരിത്ര വിജയം നേടുമെന്ന് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ. മാടായിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ വികസന മുരടിപ്പാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. 3.5 പതിറ്റാണ്ട് കാലം ഇടതുപക്ഷത്തെ വിജയിപ്പിച്ച മണ്ണാണ് കാസർഗോഡ്. കഴിഞ്ഞ വർഷം മണ്ഡലം നഷ്ടമായി. എന്നാൽ ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ആവശ്യമായ എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. LDF ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് MV ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായിട്ട് എന്തായിരുന്നുവോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെ നാട്ടുകാർ സ്വീകരിച്ചുവോ അതിലുപരിയായി ഇവിടുത്തെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ജനങ്ങളാണല്ലോ വിധി നിർണ്ണയിക്കേണ്ട കാര്യങ്ങൾ. അവരാണല്ലോ പ്രധാനം. ഒരു സംശയമില്ല, ജനങ്ങൾ ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അവരെ മനസ്സാ സ്വീകരിച്ചു കഴിഞ്ഞു. ഉള്ള എല്ലാ വോട്ടർമാരും അതിനനുസരിച്ച് ഇത്തവണ LDFന് വോട്ട് ചെയ്യും. LDF ഒരു ചരിത്ര വിജയം ഉണ്ടാക്കും ഈ പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് എന്ന കാര്യം നിസ്തർക്കമാണ്. കല്യാശ്ശേരി മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകൾ MV ബാലകൃഷ്ണൻ മാസ്റ്റർ സന്ദർശിച്ചു. K പത്മനാഭൻ, V വിനോദ് എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സത്സംഗവേദി പ്രതിമാസ പരിപാടികളുടെ ഭാഗമായി ഏപ്രിൽ 28 ഞായറാഴ്ച വൈകിട്ട് 5:30 ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര കല്യാണ മണ്ഡപത്തിൽ ആധ്യാത്മിക പ്രഭാഷണം നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 21ാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് സമാധാനപരമായി പൂർത്തിയായി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നേരിയ തോതിലുള്ള ചില സംഘർഷങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വോട്ടെടുപ്പ് സമാധാനപരം. സമീപകാലത്തൊന്നും കേരളം നേടിയിട്ടില്ലാത്ത ഉജ്ജ്വല വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. EP വിവാദം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയെന്നും MV ഗോവിന്ദൻ. തനിക്കെതിരെ K സുധാകരനും BJP നേതാക്കളും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് കഴിഞ്ഞ ദിവസം നടന്നതെന്ന് EP ജയരാജൻ. തെളിവില്ലാതെ ആരോപണം ഉന്നയിച്ചവരെ നിയമപരമായി നേരിടുമെന്നും EP ജയരാജൻ. കാസർഗോഡ് മണ്ഡലം LDF തിരിച്ചുപിടിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ. ചരിത്ര ഭൂരിപക്ഷം നേടുമെന്നും MV ബാലകൃഷ്ണൻ. കാസർഗോഡ് മണ്ഡലം UDF നിലനിർത്തുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. പുതിയങ്ങാടിയിൽ പോളിംഗ് സ്റ്റേഷന് അകത്തും പുറത്തും പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം. കരിവള്ളൂർ പുത്തൂരിൽ കോൺഗ്രസ് നേതാവിന്റെ ബൈക്കിന് നേരെ അക്രമം. കാറമേലിൽ LDF UDF സംഘർഷം. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.